തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിലെന്താ സംശയം? ഞങ്ങളും അതേ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ നോക്കൂ, എന്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ചിന് വരികയാണ്. വീട്ടിൽ ഇന്ന് അമ്മയും കുട്ടികളും എന്താ പഠിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഇത് എന്റെ കാലഘട്ടത്തിലാണോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണോ ഇത് നടന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് കൃത്യമായ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു ഒരു ഒരു ആക്ഷേപം ഞങ്ങൾക്കെതിരെ കോടതി പോലും പറയുന്നില്ല. പറഞ്ഞ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും ആത്മവിശ്വാസമുള്ളത്. ഞങ്ങളൊരു കാര്യവും വ്യക്തതയില്ലാതെയോ കൃത്യതയില്ലാതെയോ ചെയ്തിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അത് ക്ലിയർ കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ തിടുക്കപ്പെടരുതേ, അന്വേഷണം വരട്ടെന്നേ. എന്റെ വീട്ടിലേക്ക്, എന്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്ന എന്റെ വീട്ടിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ ധർണ നടത്തുന്ന മാർച്ചുമായി വരുന്നതിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? നിങ്ങൾ നോക്കൂ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിന് നിലവിലുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രക്തം വേണം. അത് സ്വാഭാവികമാണ്. അവരാവശ്യപ്പെടട്ടെ. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്താണോ കോടതിയോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് കോടതി അന്വേഷണ ഏജൻസിയെ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. ഞാൻ പ്രതിയാണെങ്കിൽ പോലും വരട്ടെ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അന്വേഷണം. പവിത്രമായിട്ടുള്ള സ്ഥലമാണ് ഈ ശബരിമല. ഈ പഴയ കാര്യമാണെങ്കിൽ പോലും അത് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരടക്കം പങ്കുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഇത്രയും ഒരു വ്യവസ്ഥയില്ലാതെ എങ്ങനെയാണ് ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്? അല്ല, അത് വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കണമല്ലോ. വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇപ്പോ ഈ പറയുന്ന സ്വർണ്ണപീഠം വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയത്. അത് അങ്ങനെ അല്ല എന്നാണല്ലോ 2019 വന്നിരിക്കുന്ന പരാമർശം. അപ്പൊ സ്വാഭാവികമായും 2019 ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വെളിവായി വരേണ്ടതാണ്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്വാഭാവികമായും കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. എന്ത് വ്യവസ്ഥ കാറ്റിൽ നടത്തിയെന്നാണ് പറയുന്നത്? അല്ല, സ്പെഷ്യൽ കമ്മീഷണർ അന്ന് ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണർ അന്നല്ല, അതുമായി ബന്ധപ്പെട്ട് 2-3 മാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്. അറിയിക്കാതെ ഒന്നുമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ അറിയിക്കാതെ നിങ്ങളൊക്കെ ചില ഓൺലൈൻ ചാനൽ പറഞ്ഞ പോലെ പാതിരാത്രിയിൽ മൊട്ടിച്ചുകൊണ്ട് പോയതാണോ? കൃത്യമായ പ്രൊസീജിയറാണെന്നേ. ഞങ്ങള് കൃത്യമായ പ്രൊസീജിയറാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളോടും പറഞ്ഞല്ലോ, എന്റെ തന്നുവിടണമെന്ന്. ഞങ്ങൾ തയ്യാറായില്ലല്ലോ. എന്താ അതിന്റെ പറഞ്ഞിട്ടെ? ഞങ്ങളോടും പറഞ്ഞല്ലോ തന്നുവിടണമെന്ന്. ഞങ്ങളെന്താ തയ്യാറാകാത്തത്? അപ്പൊ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്, അത് പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവാഭരണ കമ്മീഷണർ അവിടെ പോയി. ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസിൽ നിന്ന് വന്ന ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ, സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ. സ്മിത്ത് വേണം, കാരണം ഈ സ്വർണത്തിന്റെ മാറ്ററിയണമെങ്കിൽ, സ്വർണത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ സ്മിത്ത് വേണം. സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തോടുകൂടി മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്ടുകൊണ്ടാണല്ലോ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകുന്നത്. താന്ത്രിക വിധി പ്രകാരം അനുജ്ഞ വാങ്ങി. ഇതിനപ്പുറം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? പിന്നെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, അത് സ്വാഭാവികമായി കോടതി ക്ഷമിച്ചല്ലോ. കോടതിയോട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അതുകൊണ്ട് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്തായിരുന്നു വ്യവസ്ഥ ഇല്ലായ്മ? അത് കഴിഞ്ഞ പ്രാവശ്യം 2019 നടന്നതാണ്. അവിടെയാണ് ഒരു അന്വേഷണം വേണ്ടത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടീമിനെ ഇപ്പൊ കോടതി തന്നെ, ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട കോടതി തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നടക്കട്ടെ അന്വേഷണം. എന്തോ ആയിരിക്കും, കാരണം അവര് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ഈ അന്വേഷണത്തിലാണല്ലോ. അത് ഇന്നലെ തുറന്നോ മെനഞ്ഞാൽ തുറന്നോ എന്ന് എനിക്കറിയില്ല. അവർ കൃത്യമായ അന്വേഷണം നടത്തിയാണല്ലോ SP ഇന്നലെ റിപ്പോർട്ട് കൊടുത്തത്. തുറന്നിട്ടുണ്ടാവാം. ഞാൻ പറയുന്നത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതി കൊടുത്തല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിൽ അത് ഡിസ്കസ് ചെയ്തിട്ട്
എന്താണോ നടപടി ഞങ്ങൾ എടുക്കും. തർക്കമൊന്നുമില്ല. ഒരു ദിവസനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം നടന്നതിന്റെ ഭാഗമായി ഏത് ദിവസനായാലും ഏത് ഉന്നതനായാലും ഒരു കാരണവശാലും ബോർഡ് സംരക്ഷിക്കില്ല, ഈ സർക്കാരും സംരക്ഷിക്കില്ല. ഇന്നലെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം SP പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ നടപടിയിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാവും. അതെനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമല്ലോ. അയാളാണല്ലോ നിങ്ങളുമായിട്ട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങളില്ലാന്ന് നിങ്ങളോടാണ് അത് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ ഉണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായി വരുമല്ലോ. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയതാരാ? അയാളല്ലേ. ഇപ്പൊ അയാളിലെ കുഴി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തിന് പറയുകയാണ്. ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെയല്ലേ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. അത് പ്രദേശത്തോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾ അതാണ് പറയുന്നത്. എന്തിനാണ് വിരുദ്ധ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്ര ഒരു ഹാപ്പി ഉള്ളൂ. അത് സ്വാഭാവികമാണ്. പിന്നെ സ്വാഭാവികമായും അവർക്ക് ആവശ്യപ്പെടാനുള്ള ബാധ്യതയുണ്ടല്ലോ. നിലവിലുള്ള ഒരു ഭരണസമിതിയോടും നിലവിലുള്ള ബോർഡിനോടും ഒക്കെ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ അതിൽ പറഞ്ഞത്? ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചുമ്മാ കള്ളക്കളി കളിക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അതനുസരിച്ചാണ് കോടതി നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് തന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വെങ്കടേഷ് IPS അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നല്ല ടീമിനാണ് തന്നിരിക്കുന്നത്. ആ ടീമിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ എടുത്തു നോക്കൂ, നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ടീമാണ്. ആ ടീം വരട്ടെ, അന്വേഷിക്കട്ടെ. 2019 അന്ന് തിരുവാഭരണ കമ്മീഷനായിരുന്ന RT രാധാകൃഷ്ണനാണ് ഇത് ഓടിച്ചു നടത്തി എന്തൊക്കെയാണ് ആ സ്ട്രോങ്ങുകളെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും എന്തൊക്കെ വസ്തുക്കളായി ഉണ്ട് എന്നുള്ളൊരു ഓടിച്ച് അങ്ങയുടെ കാലത്ത് എടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ആ സ്പോൺസർമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ നൽകിയിട്ടുള്ള കണക്ക് എന്തെങ്കിലും കയ്യിലുണ്ട്? ഞാനിത് എത്രയോ കാലം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് മാത്രമല്ല, ഞാനാണ് പറഞ്ഞത്, ഗോൾഡ് മാത്രമല്ല എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകളിലാകെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായിട്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ 18 സ്ട്രോങ് റൂമിലും കയറി A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി അല്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ ചെമ്പും ഓടൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പും ഓടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെമ്പും ഓടും ഒക്കെ എത്രയോ കാലങ്ങളായി ചില മേഖലകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ഓഡിറ്റ് നടത്തി ഞങ്ങൾ അതും ലേലം ചെയ്ത് കൊടുക്കാൻ, അതും കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ടാണ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി. A എന്ന് പറഞ്ഞാൽ പൗരാണികം, B എന്ന് പറഞ്ഞാൽ നിത്യനിദാന ഉത്സവാദികൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് രണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റി കൃത്യമായി ബാഗിലും പെട്ടികളുമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ C കാറ്റഗറിയാണ് ഇതിലൊന്നും വേണ്ടി വരാത്തവ. അവയെ കൃത്യമായി 467 കിലോഗ്രാം എന്ന് പറഞ്ഞ് തൂക്കി ഞങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞ 1.5 മാസം മുമ്പ്. അതുകൊണ്ട് തന്നെ 18 സ്ട്രോങ് റൂമിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റെക്കോർഡ്സുകൾ തിരുവാഭരണ കമ്മീഷണറുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു സംശയമില്ല, അതായത് ഇപ്പൊ ഈ സ്വർണ്ണപ്പാട് കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് അന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്? അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ആ ഒരു സമയത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പക്ഷേ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ഒരു അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞങ്ങളത് സമ്മതിക്കുന്നു. അത് ഖേദപൂർവ്വം ഞങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷെ പ്രൊസീജിയർ ഒരു കാരണവശാലും പാലിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് 2023 ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്.
അപ്പൊ സ്വാഭാവികമായും നമ്മളൊരു സ്പെഷ്യൽ കോടതി സ്പെഷ്യൽ ബെഞ്ച് ഒരു വർഷം ഒരു 50 കേസുകളൊക്കെ വിധി പറയും. ഇത് ഒരു വർഷമാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോ 2022 2023 ഒക്കെ വരുന്ന കോടതി വിധികൾ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരില്ല. അത് എക്സ്ക്യൂസ് അല്ല. ഞാൻ പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരു കോടതി വിധി ഉണ്ടായാൽ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ പറ്റിപ്പോയി. ആ ഒരു കാര്യം, അതൊരു സാങ്കേതികപരമായ കാര്യം കോടതിയെ അറിയിക്കുകയും സെക്രട്ടറി ഖേദപൂർവ്വം അറിയിക്കുകയും അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ആ പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നത്. കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് ഞങ്ങളത് കൊണ്ടുപോയത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ആരുടെ കൊടുത്തുവിട്ടത്? ഇപ്പൊ അങ്ങനെയാണോ? അല്ലല്ലോ. ഇതിനകത്ത് ഒരു സംശയം, ഈ ദേവസ്വം വിജിലൻസിന് 2019 ഈ ഒരു ഓർഡർ നടത്തുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. 2019 കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പലരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ, സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ, അതെല്ലാം പരിശോധിക്കാനാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവർ പരിശോധിക്കട്ടെ. ഈ അസാന്നിധ്യങ്ങളൊക്കെ ഒരു ദുരൂഹതയായിട്ട് തോന്നുന്നു. ആയിരിക്കാം, അല്ലാതിരിക്കാം. ഞാൻ പറയുന്നത് ഈ ദുരൂഹതയുണ്ട്, അതിൽ കാര്യങ്ങൾ പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ടീം വരുന്നത്. അപ്പൊ ദുരൂഹത ഉണ്ടായിരുന്നുള്ള ഉറപ്പായില്ലേ. അവിടെ ഉണ്ട്, ലോക്കറിലുണ്ട്. ശബരിമല ലോക്കറിലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഉണ്ടാകും. അത് ഞാൻ റിപ്പോർട്ടർ നമ്മുടെ തിരുവാഭരണ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു സംശയമില്ല. ഞാനിപ്പോ ഇത്തരം ലോക്കറിലൊന്നും കയറി പോയി പരിശോധിക്കേണ്ട ഒരാളല്ല ഞാൻ. അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ആത്യന്തികമായ റിപ്പോർട്ട് തരേണ്ടതാരാ? തിരുവാഭരണ കമ്മീഷനാണ്. തിരുവാഭരണ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശോധിക്കേണ്ടതാരാ? ദേവസ്വം കമ്മീഷണറല്ലേ? അല്ല, ആണെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി പരിശോധിക്കാൻ പറ്റുമോ? അതിനാണല്ലോ ഓരോ സ്ഥാനത്തും പരിശോധിക്കേണ്ടത്. കേക്കൂ ഒരു ഉദ്യോഗസ്ഥനുള്ളത്. ആ ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, തിരുവാഭരണ കമ്മീഷണർ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായി അവിടെ ഉണ്ട് എന്നാണ്. എന്താണ് ഒരു സംഗതി സംശയം തോന്നാൻ കാരണം? ആര് കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്? അല്ല, എനിക്ക് RG രാധാകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. RG രാധാകൃഷ്ണൻ അന്ന് അതിനുശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരുന്നില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. SP പോലീസ് ഇപ്പൊ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്കതൊന്നും അറിയില്ല. കാരണം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലാണെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്ന് അയച്ചതെന്നും ഒക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇന്നലെ SP കൊടുത്ത റിപ്പോർട്ടിലുമുണ്ട്. അതൊക്കെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷിച്ച് വ്യക്തമായ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. ഞാനത് പറയേണ്ട ആളല്ലല്ലോ സ്വാഭാവികമായും. കാരണം അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഏതാ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനങ്ങനെ പറയും സ്വാഭാവികമായും തിരികെ തന്നില്ലേ എന്നൊക്കെ ഞാൻ പറയാൻ ആളല്ലല്ലോ. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ. അതിനാണല്ലോ സുശക്തമായ ഒരു ടീമിനെ വച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. എന്തൊരു ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണമായാലും തട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അതനുസരിച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വീണ്ടും വാതിൽ നിൽക്കില്ലെന്നേ. വാതിലൊക്കെ പരിശോധിക്കേണ്ട ആളുകൾ തിരുവാഭരണ കമ്മീഷണറല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വാതിലിന്റെ കാര്യത്തിൽ ഇങ്ങനെയായിട്ട് എനിക്കറിയില്ല. എനിക്ക് തിരുവാഭരണ കമ്മീഷണർ തരുന്ന റിപ്പോർട്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വീണ്ടും ചോദിച്ചോണ്ട് ഞാൻ എന്താ പറയാ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങളോട്.
എനിക്ക് തോന്നുന്നു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. ഇത് പിന്നെ എന്റെ ഒരു കാലഘട്ടത്തിൽ നടന്നതല്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെമ്പുവാളി മതി എന്ന് പറഞ്ഞൊരു കാര്യം വന്നത്. അതിന്റെ അവശേഷിക്കുന്ന സ്വർണ്ണവാളി അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട്. അതിനൊക്കെ ഒരുപാട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ സ്വാഭാവികമായി. കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയ പരിശോധന എങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ? അതായത് ഈ സ്വർണ്ണപ്പാളികളുടെ നോക്കാം. അതിനൊക്കെ ഇപ്പം ഞാൻ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഞാനാണല്ലോ. അതിന് വേണ്ടിയ സാങ്കേതികമായ ശാസ്ത്രീയമായ അന്വേഷണം വേണമല്ലോ. നമുക്ക് നോക്കാം, പരിശോധിക്കാം. പിന്നെ ഇത് അങ്ങനെ ദേവസ്വം ബോർഡിന്റെ കയ്യിലെന്ന് പറയുന്നത് സ്ട്രോങ് റൂമിലാണ്. അല്ല, അത് നോക്കി തിരുവാഭരണ കമ്മീഷണറാണല്ലോ അതിന്റെ പിന്നെ സർവാധികാരി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതും നടത്തേണ്ടതും തിരുവാഭരണ കമ്മീഷൻ നേതൃത്വത്തിലാണ്. അത് അവിടെ നടക്കുന്നുണ്ടാവാം. ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ ശബരിമലയിലെ പിന്നെ 25-ലെ പിന്നെ സ്വർണ്ണാഭരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെടുന്നത് ഞാൻ കൊടുത്തു വിടും? ഇല്ലല്ലോ, ഞാൻ അറിയുന്നുണ്ട് അതൊക്കെ. എനിക്കറിയില്ലെന്നേ ഞാൻ പറയുന്നത്. അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതില്ല. അത് അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാം. അതേതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം. 10 വർഷത്തോളം എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയെങ്കിൽ 10 വർഷമായെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുകയായിരിക്കും. എനിക്കറിയില്ല. പരാതിക്കാരനെയോ പരാതിക്കാരന്റെ പരാതിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് നമുക്ക് പരിശോധിച്ച് കാര്യങ്ങൾ നടപടിയെടുക്കാം. ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും വ്യവസായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതായത് റൂട്ടിന് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം ഒരുപാട് സ്പോൺസർമാര് പല വർഷങ്ങളായിട്ട് ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് സ്കൂട്ടിങ് ചെയ്തത് ആരൊക്കെയാണ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കാരണം പലരുടെയും പേര് പലരെ അകറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ബോർഡ് തന്നെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഒരു സ്കൂട്ടിങ് എന്തെങ്കിലും ഉണ്ടാവുമോ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ? അല്ല, നമ്മളിപ്പോ ഈ ദേവസ്വം ഇപ്പൊ വഴിപാടുകളെല്ലാം ടെൻഡറാണ്. വഴിപാടുകളായാലും ശരി തന്നെ, മരാമത്ത് ഇടപാടുകളായാലും ശരി, ഇപ്പൊ ടെൻഡർ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ആ ടെൻഡർ നടപടി കഴിയുമ്പോൾ അതിന്റെ പ്രാപ്തി പരിശോധിക്കാനും ബാക്ക്ഗ്രൗണ്ട് പരിശോധനയ്ക്ക് ദേവസ്വം വിജിലൻസ് പോകുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ പിന്നെ കൂടി ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത് ദേവസ്വം വിജിലൻസ്, നമുക്ക് ദേവസ്വം വിജിലൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു പ്രാപ്തി പരിശോധന വേണമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അത് ബോർഡ് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഈ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ 2019 അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന കെ പത്മകുമാർ അദ്ദേഹം ഈ ശബരിമല അയ്യപ്പന്റെ അവിടെ നിന്ന് എന്തെങ്കിലും മാല കൊണ്ടുപോയിട്ട് അത് സ്വർണ്ണം തിരിച്ചു കൊണ്ടുപോകുന്നതിന്റെ എന്തെങ്കിലും ഒരു അറിവുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആരെയാണെങ്കിലും ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അല്ല, PS പ്രശാന്തിന്റെ ആണെങ്കിൽ പോലും അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ശക്തമായ ടീമിനെ വെച്ചിരിക്കുന്നത്. അന്വേഷിക്കട്ടെ. നമ്മൾ അതിലൊന്നും വേവലാതിപ്പെടുന്നത്. ഇതുവരെ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സമർപ്പിക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ. നല്ല ടീമല്ലേ, ഗംഭീരമായ ടീമാണ്. ഉറപ്പായിട്ടും അന്വേഷിക്കും. അവർ സംഗതികൾ പുറത്തു വരട്ടെ. ഇനി അതിലേതെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തർക്കമില്ല, കൃത്യമായ നടപടി ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. പിന്നത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകളും സ്പോൺസറും ഒക്കെ തന്നിരിക്കുന്ന കാലമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചില്ലല്ലോ. ഞങ്ങൾ ഇതിലൊക്കെ ഇതിന്റെയൊക്കെ ഡെലിഗേറ്റ്സിനെയൊക്കെ തെരഞ്ഞെടുത്ത ഒരു രീതിയൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ. പിന്നീട് വരുമ്പോൾ ഞാൻ പറയുന്നത് സംശയത്തിന്റെ ലക്ഷോപലക്ഷം ആളുകളല്ലേ അവിടെ വരുന്നത്. നമുക്ക് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ അറിയാൻ സാധിക്കുക? പക്ഷെ ഇനി മുതൽ നമുക്കതൊരു പാഠമാണ്. സ്വാഭാവികമായും ഞങ്ങള് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിജിലൻസിനെ കൂടി നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ നോക്കാം. അത് വലിയ പ്രയാസമാണ്. കാരണം ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഒരു 5000 രൂപയുടെ 10000 രൂപയുടെ ഒക്കെ ഒരു ചെക്കോ ഒക്കെ കൊണ്ടു തരുമ്പോൾ അതെല്ലാം ഇനി വിജിലൻസ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് പ്രാക്ടിക്കലായ ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ പോലും ഞങ്ങളത് പരിശോധിക്കാൻ കൂടി തീരുമാനിക്കാൻ ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനിക്കും.